പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 15-ാം തിരുവചനമാണ്. കർത്താവ് അനനിയാസിനോട് പറഞ്ഞു, എൻ്റെ നാമം വഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ. സഭയെയും ക്രിസ്ത്യാനികളെയും പീഡിപ്പിച്ചിരുന്ന സാവൂളിനെക്കുറിച്ച് കർത്താവിന് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. യേശുവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പാത്രമായിരുന്നു സാവൂൾ. അന്ധനായി മാറിയ സാവൂളിന് കാഴ്ച ലഭിക്കുന്നതിനും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനും വേണ്ടി കർത്താവാണ് അനന്യാസിനെ അയച്ചത്. പിന്നീട് സാവൂൾ വിശുദ്ധ പൗലോസായി മാറി യേശുവിന് സാക്ഷ്യം വഹിച്ചു എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പരിശുദ്ധാത്മാവ് സാവൂളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ സാവൂളിന് മാനസാന്തരം ഉണ്ടായി. യേശുവിന് സാക്ഷിയായി വിശുദ്ധ പൗലോസായി മാറി. ഏതൊരു മാരക പാപിക്കും വിശുദ്ധനാകാൻ കഴിയുമെന്ന് അപ്രകാരം തെളിയിക്കപ്പെട്ടു. മറ്റൊരു ഉദാഹരണമാണ് തിന്മയിൽ മുഴുകി ജീവിച്ചിരുന്ന അഗസ്റ്റിൻ. വിശുദ്ധ അഗസ്റ്റിനായി മാറി. സഭയ്ക്ക് ഒരു പുണ്യവാളനെ ലഭിച്ചു. ജോയൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം 28-ൽ ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. അപ്പസ്തോല പ്രവർത്തനം 2:17 തിരുവചനം പറയുന്നു, അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എൻ്റെ ആത്മാവിനെ വർഷിക്കും. നമുക്ക് വേണ്ടി മരിച്ച് ഉത്ഥാനം ചെയ്ത യേശു തിരുവോസ്തിയിൽ സജീവനായി വസിക്കുന്നു എന്ന ബോധ്യം തരുന്നത് പരിശുദ്ധാത്മാവാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ തളരാതെ നിരാശപ്പെടാതെ ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നൊരു ബോധ്യം തരുന്നതും പരിശുദ്ധാത്മാവാണ്. അതുപോലെ ജീവിതത്തിൻ്റെ വിവിധ വിഷമഘട്ടങ്ങളിൽ നമ്മെ ശക്തിപ്പെടുത്തി ധൈര്യപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ് നിരന്തരം നാം ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ടത്. പാപബോധവും പശ്ചാത്താപവും മാനസാന്തരവും എല്ലാം ഉണ്ടാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് നിറയുമ്പോൾ തിന്മകളെ അകറ്റി ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ നാം ദൈവഹിതം നിറവേറ്റി ജീവിക്കുന്നവരായി മാറുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.